ഹായ് ഓൾ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്, കെമിസ്ട്രിയിലുള്ളൊരു ചോദ്യമാണ്. വാതക നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വാതക നിയമങ്ങളിൽ എല്ലാ നിയമങ്ങളെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സംയോജിത വാതക നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും 30 ലിറ്റർ ആണ്. 273 കെൽവിൻ താപനിലയിലും 0.5 ATM മർദ്ദത്തിലും ഈ വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യും? ഇതിന് നമുക്ക് സംയോജിത വാതക നിയമം എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുള്ള വാതക നിയമങ്ങളൊക്കെ തന്നെ, അതായത് ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോസ് നിയമം എന്ന് പറയുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ഇതിനകത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇക്വേഷൻ, ഒരു സമവാക്യം. ആ സമവാക്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും 30 ലിറ്റർ ആണ്. 273 കെൽവിൻ താപനിലയിലും 0.5 ATM മർദ്ദത്തിലും ഈ വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? ശരി, വാതക നിയമങ്ങൾ പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് ഇപ്പോ P1 V1 is equal to P2 V2 എന്നുള്ളത് ഏത് നിയമമാണ്? P1 V1 സമം P2 V2 എന്നുള്ളത് ബോയിൽ നിയമമാണ്, അല്ലെ? P1 V1 is equal to P2 V2 എന്നുള്ളത് ബോയിൽസ് ലോ ആണ്, അല്ലെങ്കിൽ ബോയിൽ നിയമമാണ്. ഓക്കെ, ഇനി അടുത്തത് V1 by T1 is equal to V2 by T2 എന്നുള്ളത് ഏത് നിയമമാണ്? ഈ എഴുതിയിരിക്കുന്ന നിയമം ചാൾസ് നിയമമാണ്. എഴുതിയിരിക്കുന്ന നിയമം എന്താണ്? ചാൾസ് നിയമമാണ്. ഈ രണ്ട് നിയമങ്ങളെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. P1 V1 ഡിവൈഡഡ് ബൈ T1 ഇസ് ഈക്വൽ ടു P2 V2 ഡിവൈഡഡ് ബൈ T2. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അപ്പോൾ പ്രഷർ, മർദ്ദവും വ്യാപ്തവും താപനിലയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് നിയമങ്ങൾ, അതായത് ബോയിൽ നിയമത്തിനെയും ചാൾസ് നിയമത്തിനെയും കൂടെ ഒന്നിച്ചാക്കിക്കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് P1 V1 ബൈ T1 സമം P2 V2 ബൈ T2 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് എഴുതാം. ആദ്യത്തെ കേസിലുള്ള പ്രഷർ P1, ആദ്യത്തെ കേസിലുള്ള വ്യാപ്തം V1, ആദ്യത്തെ കേസിലുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത് T1 ആണ്. രണ്ടാമത്തെ കേസിലുള്ള പ്രഷർ P2, വ്യാപ്തം V2, ടെമ്പറേച്ചർ T2. ഓക്കെ, അപ്പൊ നോക്കിയാലോ, തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും 30 ലിറ്റർ ആണ്. അപ്പം ആ തന്നിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെ? ഒരു ATM മർദ്ദം, അല്ലെ? അപ്പൊ P1 തന്നിട്ടുണ്ട്, ഒരു ATM എന്ന് P1 തന്നിട്ടുണ്ട്. 300 കെൽവിൻ താപനില തന്നിട്ടുണ്ട്. അപ്പൊ T1 ആണ്, അല്ലെ? T1 300 കെൽവിൻ ആണ്. 30 ലിറ്റർ ആണ് വ്യാപ്തം എന്ന് പറയുന്നു. അപ്പൊ V1 എന്ന് പറയുന്നത് 30 ലിറ്റർ ആണ്. V1 എന്ന് പറയുന്നത് 30 ലിറ്റർ ആണ്. ഇനി അടുത്ത 273 കെൽവിൻ താപനിലയിലും 0.5 ATM മർദ്ദത്തിലും ഈ വാതകത്തിന്റെ വ്യാപ്തം എത്ര എന്നാണ് ചോദ്യം. അപ്പം രണ്ടാമത്തെ താപനില തന്നിട്ടുണ്ട് 273 കെൽവിൻ. അതിനെ നമ്മൾ എങ്ങനെ എടുക്കണം? T2 എന്ന് എടുക്കണം, അല്ലേ? T2 എന്ന് എടുക്കണം. 273 കെൽവിൻ. അതിലും പിന്നെന്താ തന്നിരിക്കുന്നത്? 0.5 ATM മർദ്ദത്തിലും. അപ്പൊ മർദ്ദം P2 അല്ലേ? മർദ്ദം P2 എന്ന് പറയുന്നത് 0.5 ATM. 0.5 ATM മർദ്ദത്തിലും ഇതിന്റെ എന്തോ കണ്ടുപിടിക്കാനുള്ളത്? വ്യാപ്തമാണ് കണ്ടുപിടിക്കാനുള്ളത്. V2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. വ്യാപ്തമാണ് കണ്ടുപിടിക്കാനുള്ളത്. V2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൊടുത്താൽ മാത്രം മതിയാവും. നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം V2 ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാലോ? V2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. V2 ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം, അല്ലേ? അപ്പൊ V2 ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? V2 സമം എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? ദാ ഇപ്പുറത്തെ സൈഡ് കിടക്കുന്ന സാധനങ്ങളെല്ലാം അതുപോലെ കിടക്കട്ടെ, ഇതെല്ലാം അങ്ങനെ തന്നെ കിടന്നോട്ടെ. ബാക്കി ഈ V2 ഇപ്പുറത്തുള്ള എല്ലാ സാധനങ്ങളെയും കൂടെ നമുക്ക് മറുവശത്തേക്ക് കൊണ്ടുപോകണം. T2 മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മേളിലേക്ക് പോകും, P2 മറുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ താഴേക്കും വരും. അങ്ങനെയല്ലേ വരുന്നത്? അപ്പൊ എങ്ങനെ എഴുതാം? P1 V1, ഈ താഴെ കിടക്കുന്ന T2 കൂടെ മേളിലോട്ട് വരും. T2 ഡിവൈഡഡ് ബൈ ഇപ്പുറത്തെ സൈഡ് T1 ഓൾറെഡി ഉണ്ട്, മുകളിൽ കിടക്കുന്ന P2 കൂടെ താഴെ കൊണ്ടുവരണം. T1 P2 എന്ന് വരും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. P1 1 ഇൻറ്റു V1 എത്ര? 300 ആണ്. T2 ആണ്, ശ്രദ്ധിച്ചോളണം കേട്ടോ. T2 ആണ്, അല്ല V ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയി, അല്ലേ? ഓക്കെ,
V1 ആണ്. V1 എന്ന് പറയുന്ന സാധനം 30 ആണ്. V1 30 ആണ്. ഓക്കെ, ഇനി അടുത്തത് P1 ആയി V1 ആയി T2 ആണ്. T2 273 ആണ്. 273 ഡിവൈഡഡ് ബൈ T1 എത്ര? T1 300. T1 300 ഇൻറ്റു P2 എത്രയാണ്? P2 0.5. P2 0.5 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? നമ്മൾ കട്ട് ചെയ്ത് 10 273 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 0.5 എന്ന് വരും അല്ലേ? ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 54.6 54.6 എന്ന് നമുക്ക് വരും. 54.6 54.6 ലിറ്റർ 54.6 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ V2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വോളിയം അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യാപ്തം എന്ന് പറയുന്നത് 54.6 ലിറ്റർ ആണ്. കിട്ടിയോ? ഇങ്ങനെ സംയോജിത ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ സംയോജിത ആ ഒരു വാതക സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് എങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ അതും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബോയിൽ നിയമം എന്താ പറയുന്നത്? ബോയിൽ നിയമം പറയുന്നത് എന്താണ്? ബോയിൽ നിയമം പറയുന്നത് V പ്രൊപ്പോർഷണൽ ടു 1/P അല്ലെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു 1/V എന്നാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കത് കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും PV is equal to a constant എന്ന് കിട്ടും. PV സമം ഒരു സ്ഥിരസംഖ്യ, ഒരു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അതിൽ നിന്നാണ് P1 V1 സമം P2 V2 എന്ന് എഴുതുന്നത്. ഈ 3 രീതിയിൽ ചോദിച്ചിട്ട് ഇത് ഏത് നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോയിൽ നിയമത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. V പ്രൊപ്പോർഷണൽ ടു 1/P അല്ലെങ്കിൽ P പ്രൊപ്പോർഷണൽ ടു 1/V എന്ന് തന്നാലും PV is equal to a constant എന്ന് തന്നാലും P1 V1 സമം P2 V2 എന്ന് തന്നാലും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? സൂചിപ്പിക്കുന്നത് ബോയിൽസ് ലോയിനെയാണ്, ബോയിൽ നിയമത്തിനെയാണ്. ഓക്കെ, ശരി. ഇനി അടുത്തത് ചാൾസ് ലോയിലേക്ക് പോകാം. ചാൾസ് ലോ എന്ന് പറഞ്ഞാൽ V പ്രൊപ്പോർഷണൽ ടു T, V പ്രൊപ്പോർഷണൽ ടു T എന്ന് വരും. അല്ലെങ്കിൽ V/T സമം എ കോൺസ്റ്റന്റ് എന്ന് വരും. V/T സമം എ കോൺസ്റ്റന്റ് എന്ന് വരും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം V1/T1 സമം V2/T2 എന്ന് വരും. ഈ 3 രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ചാൾസ് ലോ എന്നാണ്. ചാൾസ് ലോയുടെ ഇക്വേഷൻസ് ആണ് ഈ 3 V proportional to T അല്ലെങ്കിൽ V/T is equal to a constant, V1/T1 സമം V2/T2. ഇത് 3 ചാൾസ് ലോയുടെ ഫോംസ് ആണ്. ഇതിൽ ഈ ലാസ്റ്റ് കിടക്കുന്ന P1 V1 is equal to P2 V2 ഉം V1/T1 is equal to V2/T2 എന്നുള്ളതിനെയും കൂടെ നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പൈൻഡ് ഗ്യാസ് ലോയിലേക്ക് നമ്മൾ പോയത്. ഈ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാം. മനസ്സിലായോ? ഇനിയിപ്പം ഈ കമ്പൈൻഡ് അല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം, ഇപ്പം പ്രഷറും ഓളിയവും മാത്രമായിട്ടാണ് ചോദ്യം. ഇതിൽ 3 എണ്ണം തന്നിട്ടുണ്ട്, ബാക്കി ഒരെണ്ണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ P1 V1 is equal to P2 V2 നമുക്ക് കൊടുക്കാം. ഇനി അതല്ല Vയും Tയും മാത്രമാണ് തന്നിരിക്കുന്നത്, 2 ഓളിയവും 1 ടെമ്പറേച്ചറും തന്നിട്ടുണ്ടെങ്കിൽ 4ാമത്തെ ടെമ്പറേച്ചർ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനി 1 ഓളിയവും 2 ടെമ്പറേച്ചറും ആണ് തന്നിരിക്കുന്നതെങ്കിലും ഈ സെയിം ഇക്വേഷൻ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗം ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചെറിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.